Question number next. Sixth question. Which of the following ion is the strongest oxidizing agent എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും സ്ട്രോങ് ആയ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണെന്നാണ് ചോദ്യം. സോ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് DNF ബ്ലോക്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, DNF ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ലെന്തനോയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അവിടെ കൃത്യമായി പറയുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് ഇവിടെ കാണാം, യൂറോപ്യം 2+ഉം ടെർബിയം 4+ഉം. രണ്ടുപേരെ കുറിച്ചും NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടെർബിയം 4+ൽ F7 ആണ് കോൺഫിഗറേഷൻ എങ്കിലും ലെന്തനോയിഡുകളുടെ കോമൺ സ്റ്റേറ്റ് ആയ +3 മടങ്ങി വരാനുള്ള ഒരു ടെൻഡൻസി അവൻ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് അവൻ എപ്പോഴും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. യൂറോപ്യൻ 2+ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യൂറോപ്യൻ 2+നും അതെ ലെന്തനൈഡുകളുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ +3 വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. സോ അവനൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്ന് കൃത്യമായിട്ട് NCERT പറയുന്നുണ്ട്. റെഡിയാണ്? നമ്മളോട് ചോദിച്ചത് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആരെ എന്നുള്ളതല്ലേ. ഫോർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ബാക്കി രണ്ടുപേരും, അതിപ്പോ ലുട്ടേഷ്യൻ 3+ ആണെങ്കിലും സീരിയൻ 3+ ആണെങ്കിലും, ബാക്കി രണ്ടുപേരും ഏത് സ്റ്റേറ്റിലാണ്? അവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ +3 തന്നെയാണ്. ഓക്കെ, അപ്പൊ NCERT ആ ഭാഗം പറയുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതിരുന്നാൽ മതി നിങ്ങൾ.